പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദിനിയോട് കാട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിപുലീകരിച്ച് പറയുന്നു റൊമാൻസോടും കൂടി. അതിനിടയ്ക്ക് ഇങ്ങനെ മനഃപൂർവ്വം തന്നെ നന്ദിനിയുടെ ശരീരത്തിൽ വേദനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുവിധം നന്ദിനി അവിടെ നിന്ന് രക്ഷപ്പെടുന്ന മര്യാദയ്ക്ക് നീ പോയി ഇങ്ങനത്തെ ദോശ തിന്നടി വിശക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് മെക്കെട്ട് കയറാൻ വരാണ്ടെന്ന് പറയും. അങ്ങനെ നന്ദിനി അകന്ന് വേഗം ഓടിപ്പോവും. വേദം അവിടെ ചിരിച്ച് നിൽക്കുന്നുണ്ട്. വിനായകൻ ഗേറ്റിൻ്റെ പടി കടന്ന് വരെ ആയിരിക്കുള്ളൂ. ആ സമയത്ത് നന്ദിനി കലി തുള്ളി ഇങ്ങനെ വരുന്നുണ്ടാവും. നീ എവിടേക്കെൻ്റെ ചാടിത്തുള്ളി കാട്ടിലേക്ക് എറിയും. കാട്ടിലേക്കോ? സ്വന്തം ഭാര്യനെ കാട്ടിലേക്ക് പോലും ടൂറ് കൊണ്ടുപോകാത്ത താനൊക്കെ ഒരാളാണോടോ എന്നും ചോദിച്ചും കഴിഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വിനായകനും അതുപോലെ തന്നെ വിശ്വമൊക്കെ ഇങ്ങനെ വിശ്വം ജോലിക്ക് പോകുമ്പോൾ വിനായകൻ അപ്പോൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് നന്ദിനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്താണ് നന്ദിനി ദേഷ്യപ്പെട്ടിരിക്കുന്നത്? എന്തെനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പാടില്ലെന്ന് ചോദിക്കും. എന്താണെന്നറിയില്ല ചേട്ടാ, അവൾക്ക് കാട്ടിലേക്ക് ടൂറ് പോകണമെന്നറിയും. അപ്പോൾ വിക്രത്തിൻ്റെ ഒരു ഷർട്ടൊക്കെ എടുത്ത് അവിടെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാവും വേദ. അപ്പോൾ ആ സമയത്ത് വേദ ഇങ്ങനെ നോക്കും. പറയുന്നുണ്ട് അത് ചേട്ടാ, കാടെന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോൾ കപ്പിൾസുകൾക്ക് ടൂർ പോകാൻ പറ്റിയ സ്ഥലമാണ് കാട്. ഷോളയാർ കാട് എന്നാണ് പറയുന്നത്. അട്ടയും പുലിയും നരിയും വവ്വാലും അങ്ങനെ അവരെല്ലാവരുടെയും കൂടെ റൊമാൻസായിട്ട് ജീവിക്കണം, അതിനൊരു ഭാഗ്യം വേണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ഇതേ സമയം തന്നെ വിക്രം റോട്ടിലൂടെ ഇങ്ങനെ ബൈക്കിൽ വരികയായിരിക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് കമല ഇങ്ങനെ വല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ നടന്നു വരികയായിരിക്കുള്ളൂ. അപ്പോൾ ആ നേരത്ത് അമ്മനെ കാണുമ്പോൾ അമ്മ അമ്പലത്തിൽ പോയാണോ അതേന്ന് പറയും. നീ എവിടേക്കാണ് പോകണേന്ന് ചോദിക്കും. ഞാൻ വീട്ടിലേക്ക് അമ്മയെന്ന് പറയും. എന്നാൽ ബായോ ഞാനും ഉണ്ടെന്ന് പറയും. അങ്ങനെ കമല വണ്ടിമേൽ കയറി പോകും. ആ നേരത്ത് സുധാകരനും അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടായിട്ട് നമ്മുടെ കമല പറയും, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, വിക്രം നീ ഇവിടെ വന്ന് നിൽക്കുമെന്ന് പറയും. അപ്പോൾ വിശ്വം പോകാണ്ട് നിൽക്കും. ആ സമയത്ത് തന്നെ എല്ലാവരും വന്നിങ്ങനെ കൂടി നിൽക്കണ്. എന്താ കമല, എന്താ നിനക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കും. ഒന്നുമില്ല, ഇവളെ ഈ വീട്ടിൽ കൈ പിടിച്ച് കയറ്റിയത് ഞാനല്ലേ. അന്നതെനിക്ക് ശരിയായിട്ട് തോന്നി, ഇന്നിപ്പം എനിക്ക് മനസ്സിലായി അത് തെറ്റണെന്ന്. അതെന്താ നിനക്ക് പെട്ടെന്ന് തോന്നാൻ കാരണം? അത് അമ്പലത്തിൽ വെച്ച് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാധയും അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ രാധയും നന്ദിനി ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കും. അപ്പം നന്ദിനി ഈശ്വര ഇന്നലത്തെ പണി ഏറ്റോ എന്നൊക്കെ ആലോചിച്ച് എന്നാൽ സന്തോഷിച്ച് നിൽക്കായിരിക്കുള്ളൂ. അങ്ങനെ നിനക്ക് തോന്നുന്ന നേരത്ത് മാറ്റാനുള്ളതാണോ ഇവളുടെ ജീവിതം എന്നൊക്കെ ചോദിക്കും. മാഷ് ഇതിൽ ഇടപെടരുത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയും. അങ്ങനെ ഇവളെ കൈപിടിച്ച് കയറ്റി ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കാൻ, അതായത് നന്നാവാൻ ഒരു ദൈവം കണ്ടെത്തിയ ഒരു പെൺകുട്ടിയാണ് ഇവളെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതല്ല, എൻ്റെ മകൻ്റെ ജീവൻ ആപത്തിലാക്കാൻ വേണ്ടിയാണ് ഇവൾ ഈ വീട്ടിലേക്ക് കയറി വന്നതെന്ന് എനിക്ക് മനസ്സിലായി. നന്ദിനിയും പറഞ്ഞത് ശരിയെന്ന് പറയും. അപ്പം നന്ദിനി ഓടി ഒന്ന് പറയും, അതേ അമ്മയ്ക്ക് ഇപ്പോഴല്ലേ തോന്നിയത്. ശരിയെന്നച്ചാ അന്ന് അമ്മയ്ക്ക് തോന്നിയില്ല, ഇപ്പം അങ്ങനത്തെ തോന്നലുണ്ടായി. അമ്പലത്തിൽ വെച്ച് അമ്മയ്ക്ക് അങ്ങനെ ഒരു വെളിപാടുണ്ടായി എന്ന് പറഞ്ഞത് സത്യമായിരിക്കും എന്ന് പറയും. അപ്പോൾ വിനായകനോട് നമ്മുടെ സുധാരമാഷ് പറയുന്നു, വിനായക നിൻ്റെ ഭാര്യയുടെ വായ നീ അടച്ചു വെക്കണോ അതായത് അച്ഛൻ്റെ അധികാരത്തോടെ ഉള്ള കാരണം ഞാൻ അടിച്ചു പൊട്ടിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ മിണ്ടാണ്ട് കടിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വേദ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കണം. അപ്പോൾ നമ്മുടെ സുധാരമാഷ് പറയുന്നുണ്ട്, അങ്ങനെ ഇവളെ ഇറക്കി വിടാൻ ഇപ്പം ഞാൻ സമ്മതിക്കില്ല. അന്ന് ഞാൻ എതിർത്തിട്ട് നീ ഇവളെ വിളിച്ചു കയറ്റിയില്ലേ. ഇന്ന് ഞാൻ പറയുന്നു, ഞാൻ ഇവളെ മരുമോളായിട്ടല്ല കാണുന്നത്, എൻ്റെ മകളെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ആദ്യമൊക്കെ ആകെ ചമ്മി ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, എടാ വേദ എവിടേക്ക് പോകാനാണ് അമ്മേ എന്ന് ചോദിക്കും. അതൊന്നും എനിക്കറിയണ്ട, വേദയ്ക്ക് വേദയുടെ അച്ഛൻ്റെ വീട്ടിൽ പോയിക്കൂടെ എന്ന് ചോദിക്കും. അമ്പലത്തിൽ വെച്ചിട്ട് എനിക്കത് മനസ്സിലായത്, അതുകൊണ്ട് തന്നെ വേദ ഇവിടുന്ന് പോകണം, എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് വേദ ഇറങ്ങിപ്പോകണം ഇതിങ്ങനെ തീർത്ത് പറയുന്നു. അപ്പോൾ കമല മാഷ് പറയും, എല്ലാവർക്കും നമുക്ക് ഇവിടുന്ന് പോകാമല്ലോ, കോടതിയിൽ നിന്ന് ഓർഡർ വന്ന് ഈ വീട് ഇടിച്ച് തകർക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ആ കൂട്ടത്തിൽ എല്ലാവർക്കും എവിടേക്ക് വേണമെങ്കിലും പോകാം, തീരുമാനിക്കാം. അതുവരെ എല്ലാവരും ഇവിടെ വേണമെന്ന് പറയും. ശരി, മാഷിൻ്റെ തീരുമാനമാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, ഞാനിവിടുന്ന് പോകാമെന്ന് പറയും. കമലേ നീ എന്തേ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും. നീ എവിടേക്ക് പോകും? അതെ, എനിക്ക് പോകാൻ സാധ്യമില്ല എന്ന് നിനക്കറിയാലോ. പക്ഷേ ഞാൻ എൻ്റെ വാക്കിന് വിലയില്ലാത്ത ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല, എനിക്ക് ഇവിടുന്ന് പോകണം എന്നിങ്ങനെ കമല തീർത്ത് പറയുന്നു. അതിന് മുന്നേ എനിക്ക് ഇവൻ്റെ വായിൽ നിന്നും കുറച്ച് സത്യങ്ങൾ അറിയണമെന്ന് പറയും. നീ വീട്ടിൽ കൊണ്ടാക്കാൻ തയ്യാറാണെന്ന് ചോദിക്കും. അപ്പോൾ വിക്രം പറയും, ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ടില്ലല്ലോ അമ്മേ, അവളിങ്ങോട്ട് കയറി വന്നതല്ലേ, അവളെ ഞാൻ സ്വീകരിച്ചൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയും. പിന്നെ അവൾക്ക് പോകണോണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് പറയും. നീ ഇവളെ വീട്ടിൽ കൊണ്ടാക്കണം എന്ന് പറയും. അപ്പോൾ വീണ്ടും വിക്രം അമ്മയെന്ന് വിളിക്കുന്നുണ്ട് സുധാരൻ മാഷ്. അപ്പോൾ വേദ പറയും, വേണ്ട അച്ഛാ, വിക്രം പറയട്ടെ, ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ്, നിങ്ങളുടെ അനുവാദത്തോടല്ല ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. നിങ്ങളുടെ ഭാര്യനെ ഞാൻ നിങ്ങൾ ആരോടും പറഞ്ഞിട്ടുമില്ല, അതും സത്യമാണ്. പക്ഷേ ഒരു കാര്യം എനിക്കറിയണം, ഇത്ര നാളുടെ ജീവിതത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നും ഞാൻ ഭാര്യയായിട്ട് നിങ്ങളെ കൂടെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല എന്നും
നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ ആ നിമിഷം വേദ സ്ഥലം വിടുമെന്ന് പറയും. വിക്രത്തിനാണെങ്കിൽ ആകെ വല്ലാണ്ടാവും. ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം വേദന ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് വിക്രത്തിനറിയാം. രണ്ടുപേർക്കും പരസ്പരം അറിയാം വിക്രം. അപ്പോൾ അവൾ പറഞ്ഞതിന് മറുപടി എന്ന് കമല പറയും. അപ്പോൾ നമ്മുടെ മാഷ് പറയും, മോളെ നീ അവനോട് കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. കാരണം ആരുടെ മുഖത്ത് നോക്കി എന്തും വെട്ടിത്തോർന്ന് പറയാനാണ്. അവൻ മനസ്സാക്ഷി ഇല്ലാത്തവനാണ്. അവനൊരു പക്ഷേ അത് പറയും എന്ന് പറയും. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിക്രം അങ്ങനെ പറയില്ല. കാരണം വിക്രമൻ അങ്ങനെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വിക്രം വേഗം അകത്ത് കയറി വാതിൽ കൊട്ടി അടയ്ക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. രാധ ആകെ രക്തം വാർന്ന പോലെ നിൽക്കണം. ആ സമയത്ത് കമലനോട് വേദ പറയുന്നത്, കണ്ടില്ലമ്മേ, വിക്രമിന് എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം വിക്രമൻ സ്നേഹിക്കുന്നുണ്ട്. അതെനിക്കും അറിയാം, വിക്രത്തിനും അറിയാം. ഇനി ഇത്രയും നാളും അമ്മയുടെ മനസ്സിലില്ലാത്തൊരാഗ്രഹം ഇന്നമ്മ അമ്പലത്തിൽ പോയപ്പോഴാണ് തീരുമാനം എടുത്തെങ്കിൽ ഇത് അമ്മ പറഞ്ഞതല്ല എന്ന് എനിക്കറിയാം. അമ്മനെ കൊണ്ട് ആരാണ് പറയിപ്പിച്ചതെന്ന് അമ്മ പറയുന്നത് വരെയും അന്ന് വിക്രത്തിന് സമ്മതമാണെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നത് വിക്രത്തിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും അന്ന് ഞാനിവിടെ നിന്ന് ഇറങ്ങാമേന്ന് പറയും. അതുവരെ ഈ വീട്ടിൽ വിക്രത്തിൻ്റെ ഭാര്യയായി തന്നെ ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് വേദ അങ്ങനെ അങ്ങോട്ട് അകത്തേക്ക് കയറി പോകണ്. അപ്പോൾ അങ്ങനെ ഷോക്കേറ്റ പോലെ നിൽക്കണം നമ്മുടെ കമലയ്ക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട്. കാരണം വേദ പോകുന്നത് കമലയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞു നിന്നതാണ്. അങ്ങനെ വേദ പോയി വിക്രം അകത്തേക്ക് പോകും. രണ്ടുപേർക്കും പരസ്പരം പിരിയാൻ കഴിയില്ല എന്ന് ആ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഷോക്കായിട്ട് നിൽക്കുന്നൊരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.